ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഹയർ പർച്ചേസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹയർ പർച്ചേസിനകത്ത് ഹയർ പർച്ചേസറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തേഡുകളാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ വെൻഡറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ്. ഓക്കെ, ഹയർ പർച്ചേസറിന് അല്ലെങ്കിൽ ഹയർ പർച്ചേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ സെയിൽസ് മെത്തേഡ്, നമുക്കിവിടെ രണ്ട് മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഹയർ വെൻഡറിൻ്റെ ബുക്ക് രണ്ട് മെത്തേഡാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെയിൽസ് മെത്തേഡ്. ഇറ്റ്സ് കോൾഡ് സെയിൽസ് മെത്തേഡ്. അതായത് ഒരു നോർമൽ സെയിൽ നടക്കുന്നത് പോലെ തന്നെ അത് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി? ആ ജേർണൽ എൻട്രി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, നമ്മൾ സെയിൽ നടത്തുകയാണ്, നമ്മളിപ്പോൾ ഹയർ വെൻഡർ ആട്ടോ. സോ സാധാരണ രീതിയിൽ ഒരു സെയിൽ നടത്തുമ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് ആണോ? ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു, ഇനിയിപ്പം ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് എന്ന് പറഞ്ഞു എഴുതാം. അതേപോലെ തന്നെയാണ് നോർമലി ഒരു സെയിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻ. അതായത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എച്ച് പി സെയിൽസ്. ഏത് പ്രൈസ് ആയിരിക്കും? ക്യാഷ് പ്രൈസ് ആണ് എഴുതണേ. ക്യാഷ് പ്രൈസ് എന്താണെന്നറിയാലോ? ക്യാഷ് പ്രൈസ് എന്താണെന്നറിയാലോ? സോ അവിടെ ആ മെത്തേഡിനകത്ത് നമ്മൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഹയർ പർച്ചേസറിൻ്റെ അടുത്ത് നേരെ റിവേഴ്സ് ആണ് എഴുതിയത്. ഇത് അതേപോലെ തന്നെയാണ്. എന്താ, നോർമൽ സെയിൽസ് നടത്തുന്ന സമയത്ത് ഹയർ പർച്ചേസർ അക്കൗണ്ട് അറ്റഡ് ടു എച്ച് പി സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണൽ എൻട്രി എഴുതാം. ഇനി രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് എന്താ? നമുക്ക് എന്ത് കിട്ടും? അവർ ഡൗൺ പേയ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും അല്ലേ. സോ സെക്കൻഡ് ജേർണൽ എൻട്രി, ക്യാഷ് കിട്ടുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരിൽ നിന്നാണ് കിട്ടണേ? ഹയർ പർച്ചേസർ അക്കൗണ്ട്. മനസ്സിലായി? സോ ഫസ്റ്റ് ജേർണൽ എൻട്രി ഹയർ പർച്ചേസർ അക്കൗണ്ട് അറ്റഡ് ടു എച്ച് പി സെയിൽസ്, ആൻഡ് ദ സെക്കൻഡ് വൺ നമുക്ക് ഡൗൺ പേയ്മെന്റ് കിട്ടുകയാണ്. ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇനി അവിടെ അല്ലെങ്കിൽ ഹയർ പർച്ചേസറിന്റെ ബുക്സിനകത്ത് നമ്മൾ എന്താ ചെയ്തേ? ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അങ്ങനെയല്ലേ? ഓരോ ടേമിനകത്തും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. എന്നിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണേ. അതേ എൻട്രി തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ആദ്യമേ ദാറ്റ് മീൻസ് ഇത് രണ്ടും തുടക്കത്തിലാണ്, എഗ്രിമെന്റിന്റെ ഡേറ്റിലാണ്. അത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ജേർണൽ എൻട്രി എന്ത് വരും? ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. സോ എന്ത് ഡ്യൂ ആയി? ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. ഇനി എന്ത് കൊടുക്കണം? അല്ലെ സോറി, ഇനി നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റാൾമെന്റ് കിട്ടും അല്ലേ. ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പം ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. സോ ജേർണൽ എൻട്രി മനസ്സിലായല്ലോ. ഫസ്റ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് എന്താ? ഹയർ പർച്ചേസർ അക്കൗണ്ട് അറ്റഡ് ടു എച്ച് പി സെയിൽസ്, ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് എന്ത് കിട്ടും? ഡൗൺ പേയ്മെന്റ് കിട്ടും. ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇനി ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ജേർണൽ എൻട്രി എന്ത് വരും? ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് എന്ന് വരും. ഇനി ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കിട്ടണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. മനസ്സിലായി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇനി എന്ത് ചെയ്യാം? ദേ ഈ ഇൻട്രസ്റ്റിനെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുപോകാം? പി ആർ എല്ലിലോട്ട് കൊണ്ടുപോകാം. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പി ആർ എൽ അക്കൗണ്ട്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവരുന്നു? നമ്മുടെ പി ആർ എൽ അക്കൗണ്ട് കൊണ്ടുവരുന്നു. ഇനി ദ ലാസ്റ്റ് വൺ, നമ്മുടെ ആ സെയിൽസിനെ ഏതിലോട്ട് മാറ്റണം? എച്ച് പി സെയിൽസിനെ ട്രേഡിങ്ങിലോട്ട് മാറ്റണം. എച്ച് പി സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. മനസ്സിലായി? ദേ നമ്മുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എച്ച് പി സെയിൽസ് ഉണ്ട്. ആ എച്ച് പി സെയിൽസിനെ ഏതിലോട്ട് മാറ്റണം? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റണം. സോ പ്രോസസ്സ് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജേർണൽ എൻട്രി പഠിക്കാൻ പറ്റും. മനസ്സിലായി? സോ ആദ്യം സെയിൽസ് നടത്തുന്ന ജേർണൽ എൻട്രി ആണ്. എന്താ എഴുതാം? ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എച്ച് പി സെയിൽസ് എന്ന് എഴുതാം. ഡൗൺ പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ, ക്യാഷ് കിട്ടുകയാണ്, സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. ഇതെന്താ? ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും അല്ലേ. സോ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസർ ഇത്രയും രൂപ നമുക്ക് ഇൻട്രസ്റ്റ് തരാനുള്ളതായിട്ട് നമ്മൾ കണക്കാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഇൻട്രസ്റ്റിനെയും എച്ച് പി സെയിൽസിനെയും ക്ലോസ് ചെയ്യണം. സോ ഇൻട്രസ്റ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പി ആർ എൽ അക്കൗണ്ട്, പി ആർ എൽ അക്കൗണ്ടിലോട്ട് മാറ്റാം. ഇവിടെ എച്ച് പി സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ചെയ്താൽ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ജേർണൽ എൻട്രി എഴുതിയാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട്സ് വരയ്ക്കാം.
ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹയർ വെണ്ടറിൻ്റെ ആണ്. ഹയർ വെണ്ടറിനകത്ത് 2 മെത്തേഡാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ആദ്യത്തെ മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏത് മെത്തേഡ്? സെയിൽസ് മെത്തേഡ്. ഒരു മെത്തേഡും കൂടെ ഉണ്ട് നമ്മുടെ ഹയർ പർച്ചേസറിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഇൻട്രസ്റ്റ് സസ്പെൻസിനകത്ത് നമ്മൾ എന്താ ചെയ്തത് അവിടെ? അതായത് ടോട്ടൽ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെ തുടക്കത്തിൽ തന്നെ ഡ്യൂ ആയിട്ട് എഴുതി അല്ലേ? എന്നിട്ട് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സമയത്തും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എവിടുന്നാണ്? അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ നിന്നായിരിക്കും? ഈ പറയുന്ന ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? അതേപോലെ തന്നെ ഇവിടെ ഹയർ പർച്ചേസർ നമുക്ക് ഫുൾ എമൗണ്ട് തരാനുണ്ട്. ദാറ്റ് മീൻസ് ഹയർ പർച്ചേസ് വാല്യൂ തന്നെ തരാനുണ്ട് എന്നാണ് നമ്മുടെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. മനസ്സിലായോ? അതായത് ക്യാഷ് പ്രൈസും വരും, ഏതും വരും, ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റും വരും. ആ ടോട്ടൽ നമുക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റിനെ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. മനസ്സിലായോ? സോ സെക്കൻഡ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിക്കുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഓക്കെ, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ജേണൽ എൻട്രി തന്നെ, അതായത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു HP സെയിൽസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. മനസ്സിലായോ? അതായത് ആദ്യത്തെ മെത്തേഡിനകത്ത് നമ്മുടെ ക്യാഷ് പ്രൈസ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ ഇവിടെ ക്യാഷ് പ്രൈസ് അല്ല, ഓക്കെ, ഇവിടെ ഹയർ പർച്ചേസ് പ്രൈസ് ആണ് എടുക്കണേ. എന്നിട്ട് HP സെയിൽസിനകത്ത് ക്യാഷ് പ്രൈസും ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റും കാണിക്കും. മനസ്സിലായി? ഇറ്റ്സ് എ ഫസ്റ്റ് വൺ. രണ്ടും നമ്മളെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ആദ്യത്തിനകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നില്ല? ഇൻട്രസ്റ്റ് തരാനുള്ളതായിട്ട് കണക്കാക്കുന്നില്ല. ഇൻട്രസ്റ്റ് എപ്പോൾ മാത്രമാണ്? ഓരോ ടേമിലും ഡ്യൂ ആകുമ്പോൾ മാത്രമാണ് ഹയർ പർച്ചേസർ തരാനുള്ളതായിട്ട് കണക്കാക്കണേ. പക്ഷേ രണ്ടാമത്തെ മെത്തേഡിന് അങ്ങനെയല്ല. ടോട്ടൽ കിട്ടേണ്ട എമൗണ്ട് ഫുൾ ഇൻട്രസ്റ്റും തുടക്കത്തിൽ തന്നെ ഡ്യൂ ആയിട്ട് എഴുതി. മനസ്സിലായി? ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി, അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഏത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇതെന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഇതെന്താ? ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്ന അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ഇൻട്രസ്റ്റ് ഡ്യൂ ആവാൻ നമ്മൾ നോർമലി പഠിച്ചത് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ഡ്യൂ ആവാൻ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് എന്നാണ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റും ഏതിലോട്ട് മാറ്റിക്കഴിഞ്ഞു? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. സോ ഇനി ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും. സോ ജേണൽ എൻട്രി ഇത് വരും: ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ്. ഡിഫറൻസ് മനസ്സിലായോ? അവിടെ ഓരോ ടേമിലും ഹയർ പർച്ചേസർക്ക് ഡ്യൂ ആയിട്ട് ഹയർ പർച്ചേസർ തരുന്നതായിട്ട് കണക്കാക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തുടക്കത്തിൽ തന്നെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസർ തരാനുള്ളതായിട്ട് ഒരു എൻട്രി എഴുതി ആ ഇൻട്രസ്റ്റിനെ ഏതിലോട്ട് കൊണ്ടുവന്നു? നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്നു. ചെയ്ത കാര്യം മനസ്സിലായോ? ഇനി അടുത്ത എൻട്രി, ഈ ഇൻട്രസ്റ്റിനെ ഏതിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസ് അക്കൗണ്ട്. ഏതാ? നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള രണ്ട് ജേണൽ എൻട്രിയും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഏതിനെ? P&L അക്കൗണ്ടിലോട്ട് ഇൻട്രസ്റ്റിനെ കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L എന്ന് വരും. ഏതിനെ ക്യാൻസൽ ചെയ്യണം? HP സെയിൽസിനെ ക്യാൻസൽ ചെയ്യണം. ദാറ്റ് മീൻസ് HP സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. സോ രണ്ട് മെത്തേഡാണ് നമുക്കുള്ളത്. ആ രണ്ട് മെത്തേഡിൻ്റെയും ആ പ്രോസസ്സ് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജേണൽ എൻട്രി പഠിക്കാം. ആദ്യത്തെ പ്രോസസ്സ് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ പ്രോസസ്സിനകത്ത് പറഞ്ഞാൽ എന്താ? സോ HP സെയിൽസ് നടത്തുന്നു, അതിൻ്റെ ക്യാഷ് പ്രൈസ് മാത്രമാണ് ഹയർ പർച്ചേസർ തരാനുള്ളതായിട്ട് കണക്കാക്കണേ. അപ്പോൾ ഇൻട്രസ്റ്റ് തരുന്നത് ഓരോ ടേമിലും തരേണ്ട ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കും. എന്നിട്ട് അത് തരാനുള്ളതായിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ അത് തന്നതായിട്ട് കണക്കാക്കി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞു ചെയ്തു. രണ്ടാമത്തെ മെത്തേഡിനകത്ത് നമുക്ക് തരാനുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനെ തുടക്കം തന്നെ ഡ്യൂ ആക്കി കാണിക്കും. അതായത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു HP സെയിൽസ് എന്ന് പറഞ്ഞ് ക്യാഷ് പ്രൈസും ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കണക്കും. ഇനി എന്ത് ചെയ്യണം? ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് എന്നല്ല, പകരം ഏത് വരും? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു വരും. മനസ്സിലായി? ഇനി ഹയർ പർച്ചേസർക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഈ പറയുന്ന പോലെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാം. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ നമുക്ക് ഒരു പ്രോബ്ലം തന്നെ നമുക്ക് രണ്ട് മെത്തേഡിലും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ,
On January 1, 1998, Exxon company purchased a motor car from Hindustan Auto Limited on the hire purchase system. Okay. The agreed cash selling price 1,20,000. That means cash price എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. At the time of agreement, a sum of 30,000 was paid. That means എന്താ down payment എന്ന് പറയുന്നത് 30,000 out of the cash price, and the balance was payable in 3 equal installment together with interest of 10%. അതായത് നോക്കി 1,20,000 ആണ്, 30,000 rupees ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാലൻസ് എത്ര വരും? ബാലൻസ് 90,000 വരും അല്ലേ? ആ 90,000ന്റെ 10% ഇൻട്രസ്റ്റ് ആദ്യത്തെ വർഷം കൊടുക്കണം. സോ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര വരും? 9,000 വരും. അത് കഴിഞ്ഞാൽ 30,000 കൊടുക്കും. സോ ബാലൻസ് 60,000 വരും അതിൻ്റെ ഇൻട്രസ്റ്റ്. നമുക്ക് ചെയ്യാം. ഇനി യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രീസ് വേണ്ട, നമുക്ക് ഒന്ന് അക്കൗണ്ട് വരച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. സോ നോക്കി, നമ്മൾ പറഞ്ഞ അനുസരിച്ച് ക്യാഷ് പ്രൈസ് 1,20,000 അല്ലേ? ഡൗൺ പേയ്മെൻറ്റോ? ഡൗൺ പേയ്മെൻറ്റ് 30,000 rupees വരും. ബാലൻസ് 90,000 rupees ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. ഇതിന് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% 9,000 rupees ഇൻട്രസ്റ്റ് വരും അല്ലേ? സോ ബാലൻസ് എത്രയാണ്? അതായത് ആ വർഷം 30,000 rupees കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 30,000 അല്ലെങ്കിൽ ഇനി 3 equal ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നല്ലേ പറഞ്ഞിരിക്കണേ. അതായത് ഈ 90,000 എങ്ങനെ നമ്മൾ കൊടുക്കണേ? 3 equal ഇൻസ്റ്റാൾമെൻറ്റിലാണ്. സോ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 30,000 കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് അടുത്ത വർഷത്തേക്ക് 60,000 rupees ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞത് ആണല്ലോ. ആ 60,000ന്റെ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% ചെയ്യുമ്പോൾ എത്ര വരും? 6,000 rupees വരും ആണോ? ഇനി ഇതേപോലെ തന്നെ ഈ 60,000ൽ നിന്ന് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് 30,000 കുറച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 30,000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 30,000 ആണ് പറഞ്ഞത്. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരും? അറ്റ് ദ റേറ്റ് ഓഫ് 10% 3,000 rupees വരും. സോ നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ 9,000, 6,000 ആൻഡ് 3,000. അങ്ങനെ ടോട്ടൽ 18,000 rupees നമുക്ക് എന്ത് വരും? നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് വരും. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഏത് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ, നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഹയർ പർച്ചേസറിനകത്ത് നമ്മൾ 2 അക്കൗണ്ടാണ് വരച്ചത് അല്ലേ? ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ടും വരച്ചു, അസറ്റ് അക്കൗണ്ടും വരച്ചു. ഇവിടെ ഏത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഏത് മാത്രം മതി? ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് മാത്രം മതി. ഇവിടെ ഹയർ പർച്ചേസർ ആരാ? എക്സാൻ കമ്പനി ആയിരുന്നു നമ്മുടെ ഹയർ പർച്ചേസർ ആണോ? സോ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ബുക്കിൽ എക്സാൻ കമ്പനിയുടെ അക്കൗണ്ട് വരയ്ക്കണം. മനസ്സിലായോ? ഓക്കെ, സോ എന്ത് വരും? ഫസ്റ്റ് HP സെയിൽസ് 1,20,000 rupees കാണിക്കാം. ക്യാഷ് പ്രൈസ് 1,20,000 ആണല്ലോ. സോ നോക്കി, കമ്പനി അല്ലെങ്കിൽ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ടിൽ HP സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കാണിക്കാം? 1,20,000 കാണിക്കാം. ഇനി ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടണേ? ബാങ്ക് 30,000 കിട്ടും. മനസ്സിലായോ? ബാങ്ക് 30,000 കിട്ടും. സോ ക്യാഷ് പ്രൈസ് സെയിൽസ് നടന്നതായിട്ട് എഴുതി, ബാങ്ക് 30,000 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ഹയർ പർച്ചേസറിനകത്ത് ചെയ്ത അതേ കാര്യം തന്നെ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന നേരത്ത് നമുക്ക് എന്ത് വരയ്ക്കാം? ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 9,000 rupees ഡ്യൂ ആയിട്ട് കണക്കാക്കാം അല്ലേ? എന്നിട്ട് ബാങ്ക് വഴി നമ്മൾ എത്ര കൊടുക്കും? മനസ്സിലായോ? ഓക്കെ, ബാങ്ക് വഴി നമ്മൾ 39,000 കൊടുക്കും. എങ്ങനെയായിരുന്നു 39,000 എന്ന് പറയുമ്പോൾ? അതായത് 30,000 നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ്, ക്യാഷ് പ്രൈസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും വരും, 9,000 നമ്മുടെ എന്തും വരും? നമ്മുടെ ഇൻട്രസ്റ്റും വരും. ചെയ്താൽ മനസ്സിലായല്ലോ? ഇനി ബാലൻസ് എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ബാലൻസിനെ താഴത്തോട്ട് എഴുതുന്നു. അടുത്ത വർഷവും എത്ര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ വരും? അടുത്ത വർഷം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ വരും? 6,000. അതായത് ഇവിടെ ബാലൻസ് 60,000 വരും അല്ലേ? ഫസ്റ്റ് ഇയറിൻ്റെ ബാലൻസ് 60,000 വരും. നോക്കി, സെക്കൻഡ് ഇയറിനകത്ത് എത്രയാണ് വരാം? ബാലൻസ് 60,000. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 6,000 rupees ആയിരുന്നു സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ആണല്ലോ. ബാങ്ക് വഴി നമുക്ക് എത്ര കിട്ടും? 30,000 ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് 6,000 ഇൻട്രസ്റ്റ്. അങ്ങനെ ടോട്ടൽ 36,000 കിട്ടും ആണോ? ബാലൻസ്
സെക്കൻഡ് ഇയറിലെ ബാലൻസ് 30,000 റുപ്പീസ് വരും. സോ തേർഡ് ഇയറിൽ ബാലൻസ് 30,000, ഇൻട്രസ്റ്റ് 3,000. ഓക്കെ, ബാങ്ക് വഴി 33,000 കിട്ടും. ചെയ്ത് മനസ്സിലായോ? ഹയർ പർച്ചേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ലപോലെ മനസ്സിലായവർക്ക് ഹയർ വെണ്ടറിന് പെട്ടെന്ന് തന്നെ ചെയ്യാം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് ഏത് മെത്തേഡാണ്? ഇത് HP സെയിൽസ് മെത്തേഡാണ്. മനസ്സിലായോ? ഹയർ പർച്ചേസ് സെയിൽസ് മെത്തേഡിനകത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. സോ ആ ജേണൽ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം സെയിൽ നടത്തുമ്പോൾ ഹയർ പർച്ചേസർ അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ് HP സെയിൽസ് എന്ന് എഴുതി, ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്ന നേരത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഹയർ പർച്ചേസർ എന്ന് എഴുതി, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് വരും? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് വഴി ക്യാഷ് കിട്ടുന്നത് ഇൻസ്റ്റാൾമെൻറ്റും കൂടെ ചേർത്തിട്ടുള്ളതാണ്, അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നു. എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റിനെ ഏതിലോട്ട് മാറ്റാം? P&L മാറ്റാം. ഇതാണ് ആദ്യത്തെ മെത്തേഡ് പ്രകാരം ചെയ്തത്. ഇനി രണ്ടാമത്തെ മെത്തേഡിനകത്ത് ഇവിടെ നോക്കിയേ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് 9,000, 6,000, 3,000. ദാറ്റ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18,000 റുപ്പീസ് വരും അല്ലേ? നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ എക്സാൻ കമ്പനി ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് എന്ത് വരും? ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ HP സെയിൽസ് എന്ന് പറഞ്ഞ് 1,20,000 കാണിക്കാം. ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞ് 18,000 കാണിക്കാം. ചെയ്ത് മനസ്സിലായോ? എങ്ങനെയായിരുന്നു? HP സെയിൽസ് എന്ന് പറഞ്ഞ് 1,20,000 കാണിക്കാം. ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 18,000 കാണിക്കാം. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ബാങ്ക് 30,000, ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ again ബാങ്ക് 39,000. ബാലൻസ് ശ്രദ്ധിച്ചേ, ബാലൻസ് എത്ര വരും? 69,000 വരും. അതായത് ഏത് മാത്രമല്ല, ക്യാഷ് പ്രൈസ് മാത്രമല്ല, ഇൻട്രസ്റ്റും കൂടെ വരും. കാരണം ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ ഈ പറയുന്നത് പോലെ ബാലൻസ് 69,000 വരും അല്ലേ? ബാങ്ക് അക്കൗണ്ട് വഴി 36,000 വരും. ബാലൻസ് 33,000 വരും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ ഓരോ ടേമിലും നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുള്ള എൻട്രി എഴുതുന്നില്ല. കാരണം എന്താ? ഓൾറെഡി നമുക്ക് അത് ഏതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഹയർ പർച്ചേസർ അക്കൗണ്ടിലോട്ടല്ല, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലോട്ടാണ്. ഓക്കെ, ഇനി തേർഡ് ഇയറിൽ ഈ പറയുന്നത് പോലെ ബാലൻസ് 33,000 വരും. ഓക്കെ, ബാങ്ക് വഴി എത്ര നമുക്ക് കിട്ടും? 33,000 മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 33,000 കിട്ടും. സോ രണ്ട് നമ്മളെ വ്യത്യാസം, ആദ്യത്തേനകത്ത് നമ്മൾ ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ള കാര്യം എഴുതി, ഇവിടെ ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നില്ല, ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. ഹയർ പർച്ചേസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ജേണൽ എൻട്രി ഉള്ളൂ. ഇനി ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും, ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. അത് ഏത് അക്കൗണ്ടിൽ നിന്നായിരിക്കും മാത്രം? ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും മാത്രം. സോ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് നോക്കി, എക്സാൻ കമ്പനി അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് എത്ര എഴുതാം? 18,000 എഴുതാം. ഫസ്റ്റ് വൺ. ആദ്യത്തെ വർഷം ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് 9,000 കാണിക്കാം. മനസ്സിലായോ? ബാലൻസ് എത്ര വരും? ബാലൻസ് 9,000 വരും. സെക്കൻഡ് ഇയറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 9,000 വരും. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ആയിട്ട് 6,000 വരും. ബാലൻസ് 3,000 കാണിക്കാം. തേർഡ് ഇയറിലെ ബാലൻസ് ആയിട്ട് 3,000 വരും. ഇൻട്രസ്റ്റ് ആയിട്ട് 3,000 കാണിക്കും. അതായത് അവിടെ രണ്ടും കൂടെ നമ്മൾ ഒരു അക്കൗണ്ടിലാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനെ തുടക്കം തന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസിലോട്ട് മാറ്റി ഓരോ ടേമിലുള്ള ഇൻട്രസ്റ്റ് ഏതിൽ നിന്നാണ് മാറ്റണേ? ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്നാണ് മാറ്റണേ. ചെയ്ത കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഏതും കൂടെ പ്രിപ്പയർ ചെയ്യാം, ഇൻട്രസ്റ്റ് അക്കൗണ്ടും കൂടെ വരയ്ക്കാം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് രണ്ടിനും ഒരേപോലെ തന്നെയാണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് നോക്കി, P&L അക്കൗണ്ടിലോട്ട് 9,000 ഫസ്റ്റ് ഇയറിൽ പോകും അല്ലേ? P&L അക്കൗണ്ടിലോട്ട് ആദ്യത്തെ മെത്തേഡ് പ്രകാരമാണെങ്കിൽ എക്സാൻ കമ്പനി അക്കൗണ്ട് എന്ന് പറഞ്ഞ 9,000 ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ട് കണക്കാക്കാം. ആദ്യത്തെ മെത്തേഡ് പ്രകാരമാണെങ്കിൽ. രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ഇവിടെ എക്സാൻ കമ്പനി അക്കൗണ്ട് വരില്ല, പകരം എവിടുന്നാണ് ഡ്യൂ ആവണേ? ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്നാണ് ഡ്യൂ ആവണേ. സോ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ 9,000 കാണിക്കാം.
രണ്ടാമത്തെ വർഷവും ഇതേപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ട് 6,000 എവിടുന്ന ഇൻട്രസ്റ്റ് സസ്പെൻസ് ഓർ എക്സ് ആൻഡ് കമ്പനി അക്കൗണ്ട് 6,000 ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയാണ് നമുക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത്, ഹയർ വെൻഡറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് പഠിക്കാനുള്ളത്. സോ ഹയർ പർച്ചേസറിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട 2 മെത്തേഡിലാണ്, ഒന്ന് HP സെയിൽസ് മെത്തേഡും പിന്നൊന്ന് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.